ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എബ്രഹാം ഹിക്സിന്റെ ഇംഗ്ലീഷ് വീഡിയോയുടെ മലയാളം പരിഭാഷയാണ് ഇന്നത്തെ വീഡിയോ. പലരും ഡെലിബറേറ്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ലൈഫിന്റെ ക്രിയേറ്റർ നമ്മൾ തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ നാം ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലർ അവർക്ക് ആവശ്യമുള്ളവ അട്രാക്ട് ചെയ്യുന്നു ബൈ ഡിഫോൾട്ട്. അവർക്ക് വേണ്ടാത്തതിനെയും അറിയാതെ അവരവരുടെ ലൈഫിലേക്ക് ആകർഷിക്കുന്നു. എന്താണോ ലൈഫിൽ വേണ്ടാത്തത് അതിലേക്ക് മാക്സിമം ഫോക്കസ് കൊടുക്കുകയാണ് മിക്കവരും ചെയ്യുന്നത്. എന്റെ ലൈഫിൽ ഈ പ്രോബ്ലം എങ്ങനെ വന്നു, ഇതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് നിരന്തരം ചിന്തിക്കുന്നു. എപ്പോഴും ലൈഫിലുള്ള പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അതിനെ കൂടുതലായി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ് എന്നവർ അറിയുന്നില്ല. സെന്റ് ആന്റണിയോയിൽ എസ്റ്ററിന് ഒരു ഓഫീസ് ഉണ്ട്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ഫിഷ് പോണ്ട് ഉണ്ട്. ആ പോണ്ടിന്റെ ഒരു ഭാഗത്ത് ഫ്രഷ് വാട്ടർ ആ പോണ്ടിലേക്ക് വരാനായിട്ട് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. മറ്റേ എൻഡില് അഴുക്ക വെള്ളം ഫിൽറ്റർ ചെയ്ത് വരാനായിട്ടുള്ള മറ്റൊരു പൈപ്പ് ഉണ്ട്. ആ പോണ്ടിലെ വെള്ളം പതുക്കെ ഫിൽറ്റർ ആകുന്നത് നിന്നു. ഫിൽറ്റർ കേടായതുകൊണ്ടാണ് എന്നാണ് എല്ലാവരും ആദ്യം വിചാരിച്ചത്. പ്ലംബേഴ്സിനെ വിളിച്ചു വരുത്തി ആ ഫിൽറ്റർ മാറ്റി വളരെ വലിയ ഒരു ഫിൽറ്റർ വെച്ചു. പുതിയ ഫിൽറ്റർ വെച്ചിട്ടും ആ മലിനജലം ഫിൽറ്റർ ചെയ്ത് പോണ്ടിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പ്ലംബേഴ്സ് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പോണ്ടിലേക്ക് വെള്ളം വരുന്ന പൈപ്പിൽ ഒരുപാട് അഴുക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ടാണ് ആ പൈപ്പിലേക്ക് ശുദ്ധജലം വരാത്തത് എന്നുള്ളതാണ്. ആ പൈപ്പ് എത്ര വൃത്തിയാക്കിയിട്ടും വൃത്തിയാകുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലംബേഴ്സ് ആ പോണ്ടിലേക്ക് ശുദ്ധജലം വരാനായിട്ട് പുതിയ ഒരു പൈപ്പ് ഇട്ടു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോണ്ടിലേക്ക് നല്ല ശുദ്ധജലം വരാൻ തുടങ്ങി. ഫിൽറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ലൈഫിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ നമ്മുടെ പൈപ്പ് ക്ലീൻ ചെയ്യാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പുതിയ ഒരു പൈപ്പ് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രോണിക് ബിലീഫുകൾ, നെഗറ്റീവായ ക്രോണിക് ബിലീഫുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഒരു പുതിയ പോസിറ്റീവ് ബിലീഫ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. പഴയ പൈപ്പ് വൃത്തിയാക്കാൻ നിൽക്കണ്ട. എന്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്ന് പലരും വിലപിക്കുന്നത് കാണാറുണ്ട്. When you ask and when it is not given to you, നിങ്ങൾ നിങ്ങളുടെ വർത്തിനെസ്സിനെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ശരിക്കും ഇതിനൊക്കെയുള്ള അർഹതയുണ്ടോ? മറ്റുള്ളവർ പ്രപഞ്ചത്തോട് എന്ത് ആവശ്യപ്പെട്ടാലും അതെല്ലാം നടക്കുന്നുണ്ട്, എന്റെ ആഗ്രഹം മാത്രം എന്താണ് നടക്കാത്തത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഞാൻ വെറുതെ അല്ലാത്തത് കൊണ്ടാണ് എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നു. എന്റെ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾ കാരണമാണോ എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതെന്ന് പോലും പലരും ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ നെഗറ്റീവായിട്ടുള്ള ആളുകളുള്ള വീട്ടിൽ ജനിച്ചത് കൊണ്ടാകും. അതായിരിക്കും എന്റെ മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ റീസൺ. അതല്ലെങ്കിൽ ഞാൻ എന്റെ മതവിശ്വാസങ്ങളെ ശരിയായി ഫോളോ ചെയ്യാത്തത് കൊണ്ടാണോ എന്റെ മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്? ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ പലരും ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലെ പച്ചയായ സത്യം എന്നത് നിങ്ങളുടെ നെഗറ്റീവ് ക്രോണിക് ബിലീഫ് അത് മാറ്റാത്തിടത്തോളം മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ഈ നെഗറ്റീവ് ക്രോണിക് ബിലീഫ്സ് ആണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇന്നലെ ഒരു പെൺകുട്ടി എന്നോട് ഒരു ഡൗട്ട് ചോദിച്ചു. ഒരു കുഞ്ഞുണ്ടാകുക എന്നത് എന്റെ ലൈഫിൽ അസംഭവ്യമായ കാര്യമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ ചോദ്യം. ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന നെഗറ്റീവ് ബിലീഫ് മാറ്റാതെ എത്ര അഫർമേഷൻ പറഞ്ഞാലും എത്ര വിഷ്വലൈസേഷൻ ചെയ്താലും കാര്യം നടക്കുമോ? പുതിയ പോസിറ്റീവ് ബിലീഫ് ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയണം. ആ ഒരു പുതിയ ബിലീഫ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചെറിയ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നടത്തുക. ആ മാനിഫെസ്റ്റേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം വർദ്ധിക്കും. അപ്പോൾ വലിയ കാര്യങ്ങൾ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയി മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. പുതിയ നല്ല ചിന്തകളും വിശ്വാസങ്ങളും മനസ്സിൽ ബോധപൂർവം നിറയ്ക്കണം. അതിനായിട്ട് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കണം. റീപ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പൊല്യൂട്ടഡ് ആയ മനസ്സിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അതിനർത്ഥം. അശുദ്ധമായ മനസ്സിനെ ശുദ്ധമാക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകളും വിശ്വാസങ്ങളും മനസ്സിൽ കിടപ്പുണ്ട്. അതിനെയൊക്കെ മാറ്റി പുതിയ നല്ല ചിന്തകളും വിശ്വാസങ്ങളും മനസ്സിൽ നിറയ്ക്കണം. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനുള്ള നമ്മുടെ ക്ലാസ് ആണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്. ഇതിന്റെ ഒക്ടോബർ മന്ത് പ്രാക്ടീസ് ആരംഭിക്കുന്നത് ഒക്ടോബർ 5-ാം തീയതിയാണ്. ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് 9526549978 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. When you ask, it is always given. ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടാണ് വോർട്ടക്സിൽ നിന്നും പല ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ആയി വരാത്തത്. പലരും അവരവരെ തന്നെ സ്വയം ബ്ലെയിം ചെയ്യുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ വോർട്ടക്സിന്റെ വാതിൽ ഒരിക്കലും നമുക്ക് മുന്നിൽ തുറക്കുകയില്ല. ഇന്നു മുതൽ പുതിയ പോസിറ്റീവ് ബിലീഫ്സ് ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും സന്തോഷമായിരിക്കാം.